ഇനി നമുക്ക് ഈ ഭാഗത്തെ ചോദ്യങ്ങൾ നോക്കാം. 1857 की पहली जनक्रांति के समय दिल्ली में रहने वाले मिर्जा गालिब की गली में कौन भूखों मरने लगी? 1857 പഹലി സ്വാധീനതാ സംഗ്രാം ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഡൽഹിയിൽ താമസിക്കുന്ന മിർസ ഗാലിബിന്റെ തെരുവിൽ ആരാണ് പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങിയത്? मेहरुन्निसा कौन थी? मिर्जा गालिब के पड़ोस में रहने वाली एक गरीब औरत थी. उनकी 2 बेटियां भी थी. उनके पति की मौत को 7 साल हुए थे. दूसरों के घरों में झाड़ू लगाकर वह अपनी गुजर बसर करती थी. चिराग अली और हडसन साहब के स्वभाव चुनकर खंबे भरे. ചിരാഗ് അലിയുടെയും ഹഡ്സൺ സാഹബിന്റെയും ചരിത്രഗത വിശേഷതയെയും സ്വഭാവ സവിശേഷതകൾ തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കുക. ദില്ലി കാ ബഡാ ഹാക്കിം ആരാണ്? ഹഡ്സൺ സാഹബ്. ബേഹദ് സീതാ സാദാ ആദ്മി വളരെയധികം നിഷ്കളങ്കനായ മനുഷ്യൻ ആരാണ്? ചിരാഗ് അലി. ചിരാഗ് അലി കാ വധ കർണേ വാല ആരാണ് ചിരാഗ് അലിയെ വധിച്ചത്? ഹഡ്സൺ സാഹബ്. അല്ലാഹ് കാ ഗുണ ഗാനേ വാല ആരാണ് അള്ളാഹുവിന്റെ ഗുണങ്ങൾ പാടിയിരുന്നത്? ചിരാഗ് അലി. ഘോഡെ പർ സവാർ കർണേ വാല കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നയാൾ ആരാണ്? നമ്മളെ ബഡാ ഹാക്കിം ഹഡ്സൺ സാഹബ്. സടക്ക് സീഞ്ചനെ വാല റോഡ് നനക്കുന്നത് ആരാണ്? ചിരാഗ് അലി. ദില്ലി വാസിയോं का खून करने वाला ഡൽഹി നിവാസികളെ കൊല്ലുന്നയാൾ ആരാണ്? ഹഡ്സൺ സാഹബ്. ജോ ബി ഖാനെ കോ മിലെ ഉസ്സെ സന്തുഷ്ട രഹ്നെ വാല എന്താണോ തിന്നാൻ കിട്ടുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടുന്നയാൾ ആരാണ്? ചിരാഗ് അലി. ബഹദൂർ ഷാ സഫർ കെ ദോനോ ബേട്ടോं का खून करने वाला ബഹദൂർ ഷാ സഫറിന്റെ 2 മക്കളുടെയും ഖൂൻ കർണ കൊന്നയാൾ ആരാണ്? ഹഡ്സൺ സാഹബ്. ഈശ്വർ കോ സബ്സെ അധിക് മഹത്വ ദേനെ വാല ഏറ്റവും അധികം പ്രാധാന്യം ഈശ്വരന് കൊടുക്കുന്നയാൾ ആരാണ്? ചിരാഗ് അലി. ഹിന്ദുസ്ഥാനിയോം പർ അപ്ന ഗുസ്സ ഉത്താർനെ വാല ഹിന്ദുസ്ഥാനികളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്നയാൾ ആരാണ്? ഇന്ത്യക്കാരോട് ഏറ്റവും അധികം ദേഷ്യമുള്ളയാൾ ഹഡ്സൺ സാഹബ്. അപ്പൊ അത് രണ്ടുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചിരാഗ് അലി ബേഹദ് സീധാ സാധാ ആദ്മി അല്ലാഹ് കാ ഗുണ ഗാനെ വാല സടക്ക് സീഞ്ചനെ വാല ജോ ബി ഖാനെ കോ മിലെ ഉസ്സെ സന്തുഷ്ട രഹനെ വാല ഈശ്വർ കോ സബ്സെ അധിക് മഹത്വ ദേനെ വാല. ഇനി ഹഡ്സൺ സാഹബ് എങ്ങനെയുള്ള ആളാണ്? ദില്ലി കാ ബഡാ ഹക്കീം വലിയ ഭരണാധികാരി. ചിരാഗ് അലി കാ വധ കർണേ വാല ഘോഡെ പർ സവാർ കർണേ വാല ദില്ലി വാസിയോं का खून करने वाला. बहादुर शाह सफर के दोनों बेटों का खून करने वाला. हिंदुस्तानियों पर अपना गुस्सा उतारने वाला. यानी वाक्य पिरामिड की पूर्ति करे. കോഷ്ടക് കെ ശബ്ദവും സെ പിരമിഡ് കി പൂർത്തി കരീം ഈ ബ്രാക്കറ്റിൽ നൽകിയിരിക്കുന്ന ശബ്ദങ്ങൾ ചേർത്തിട്ടാണ് പൂരിപ്പിക്കേണ്ടത്. ആദ്യത്തെ 2 എണ്ണം നമുക്ക് ചോദ്യ കടലാസിൽ തരും. ഹഡ്സൺ ने ചിരാഗ് അലി കോ മാരാ ഹഡ്സൺ ചിരാഗ് അലിയെ കൊന്നു. ഹഡ്സൺ ने അഭാഗേ ചിരാഗ് അലി കോ മാരാ ഇവിടെ അഭാഗേ എന്നുള്ള വാക്ക് നമുക്കിവിടെ തന്നിട്ടില്ല, അത് നമ്മൾ തരൂല. അപ്പൊ ഇവിടെ പുതിയൊരു വാക്ക് ചേർത്തത് അഭാഗേ എന്നാണ് അല്ലെ. ഹഡ്സനെ ചിരാഗ് അലി കോ മാര ഹഡ്സനെ ചിരാഗ് അലി കോ മാര എന്താ വ്യത്യാസം? ഇവിടെ അഭാഗേ എന്ന് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തതില് ഹഡ്സനെ അഭാഗേ ചിരാഗ് അലി കോ മാര എന്നുള്ളതിന്റെ കൂടെ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചേർക്കണം. എന്തായിരിക്കും ചേർക്കേണ്ടിരിക്കുക? തൽവാർ സേ അല്ലെ. ചിരാഗ് അലി കോ തൽവാർ സേ മാര. പിന്നെ അടുത്തതിലൂടെ ദില്ലി കെ ബഡേ ഹാക്കിം ഹഡ്സനെ അഭാഗേ ചിരാഗ് അലി കോ തൽവാർ സെ മാര. അപ്പോൾ അത് നിങ്ങൾ എഴുതണം. 3-ാമത്തെയും 4-ാമത്തെയും നിങ്ങൾ എഴുതണം. നമുക്ക് നോക്കാം. ഹഡ്സനെ ചിരാഗ് അലി കോ മാര ഹഡ്സനെ അഭാഗേ ചിരാഗ് അലി കോ മാര ഹഡ്സനെ അഭാഗേ ചിരാഗ് അലി കോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൽവാർ സെ മാര അല്ലെ. ദില്ലി കെ ബഡേ ഹാക്കിം അല്ലെ, അതാണ് പിന്നെ ചേർത്തത്. ഹഡ്സനെ അഭാഗേ ചിരാഗ് അലി കോ തൽവാർ സെ മാര. അപ്പോൾ ഇവിടെ ആദ്യത്തേത് ഹഡ്സനെ ഈ അഭാഗേ എന്നെല്ലാം പിന്നെ വന്നതാണ് അല്ലേ. ചിരാഗ് അലി കോ തൽവാർ സെ ഇതെല്ലാം കൂട്ടി വന്നതാണ്. ഹഡ്സനെ ചിരാഗ് അലി കോ മാര എന്നാണ് 1-ാമത്തേൽ ഉണ്ടായിന് അല്ലേ. ബാക്കിയെല്ലാം നമ്മൾ പിന്നെ കൂട്ടിച്ചേർത്തതാണ്. ഇനി മെഹറുന്നീസ की സ്ഥിതി क्या है कैसी थी എന്തായിരുന്നു മെഹറുന്നീസയുടെ അവസ്ഥ? मिर्जा गालिब के पड़ोस में मेहरुन्निसा नामक एक गरीब औरत रहती थी. उसके पति की मौत को 7 साल हुए थे. अकेली औरत दूसरों के घरों में झाड़ू लगाकर किसी तरह से अपनी गुजर बसर करती थी. लेकिन 1857 की पहली जनक्रांति के समय अंग्रेजों ने दिल्ली में आक्रमण करके साधारण लोगों को मारा, गरीबों के घर भी जला दिए.
अंग्रेजों के डर से दिल्ली वालों में भगदड़ मच गई। अपनी अपनी जान बचाकर वे भाग निकले। जब घर ही नहीं रहे, बस्ती की बस्तियां जला दी गई, तो മെഹറുന്നീസ काम न मिलने से ഭൂക്കോ മറने लगी. ഡൽഹിക്കാരെല്ലാം ഓടിപ്പോയി, വീടുകളൊക്കെ കത്തിച്ചു കളഞ്ഞു. പിന്നെ അടിച്ചുവാരുന്ന പണി കിട്ടുക അല്ലേ? അതുകൊണ്ട് പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങി. മെഹറുന്നീസ अपना गुजर बसर कैसे करती थी? गुजर बसर करना, ജീവിക്കുക. എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ദൂസരോങ്കെ ഘറോമേം ജാഡു ലഗാക്കർ, ജാഡു എന്ന് പറഞ്ഞാൽ മാച്ചി, ജാഡു ലഗാന മാച്ചി കൊണ്ട് അടിച്ചു വാരിയിട്ട് കിസി തരഹസെ അപ്പനെ ഗുസർ ബസർ കർത്തി ദി. മെഹറുന്നീസ ക്യോം ഭൂക്കോ മറനെ ലഗി, എന്തുകൊണ്ടാണ് പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങിയത്? മെഹറുന്നീസ ദൂസരോങ്കെ ഘറോമേം ജാഡു ലഗാക്കർ കിസി തരഹസെ अपनी गुजर बसर करती थी. 1857 की पहली जनक्रांति के समय अंग्रेजों ने दिल्ली में आक्रमण करके साधारण लोगों को मारा, गरीबों के घर भी जला दिए. अंग्रेजों के डर से दिल्ली वालों में भगदड़ मच गई. अपनी अपनी जान बचाकर वे भाग निकले. जब घर ही नहीं रहे, बस्ती की बस्तियां जला दी गई, तो मेहरुन्निसा काम न मिलने से भूखों मरने लगी. मेहरुन्निसा की अवस्था देखकर मिर्जा गालिब ने क्या किया? मेहरुन्निसा के घर में मिर्जा गालिब ने 10 रोटियां पहुंचाई, 10 ചപ്പാത്തികൾ അയച്ചു കൊടുത്തു, അല്ലെ വേലക്കാരുടെ കൈവശം കൊടുത്തയച്ചു. बाकी कितनी रोटी मिर्जा गालिब के परिवार को मिली? बाकी 10 रोटियां मिर्जा गालिब के परिवार को मिली. മിർസ ഗാലിബ് കോ കിത്തനെ റോട്ടിയാ മിലി? മിർസ ഗാലിബ് കോ 1.5 റോട്ടിയാ മിലി. മിർസ ഗാലിബിന്റെ കുടുംബത്തിന് 10 റോട്ടി ചപ്പാത്തി കിട്ടി. അതിനകത്ത് അത് വീതിച്ചപ്പോൾ മിർസ ഗാലിബിന് 1.5 റോട്ടിയാം, 1.5 റോട്ടിയാണ് കഴിക്കാൻ കിട്ടിയത്. മിർസ ഗാലിബ് കി തസല്ലി കിയാ ദി, എന്തായിരുന്നു മിർസ ഗാലിബിന്റെ ആശ്വാസം? मिर्जा गालिब की तसल्ली दी कि उन रोटियों से मेहरुन्निसा और उसकी 2 बेटियों की भूख तो बुझी. ഞാൻ 1.5 ചപ്പാത്തിയെ തിന്നിട്ടുള്ളൂ, എങ്കിലും ഞാൻ അയച്ചു കൊടുത്ത റൊട്ടി കൊണ്ട് പാവപ്പെട്ട മെഹറുന്നീസയുടെയും മക്കളുടെയും വിശപ്പടങ്ങിയല്ലോ. മിർസ ഗാലിബ് ने भूखी मेहरुन्निसा के घर पर 10 रोटियां पहुंचाई. यहाँ मिर्जा गालिब के स्वभाव की कौन सी विशेषता प्रकट होती है? दूसरों की और मिर्जा गालिब की हमदर्दी, മറ്റുള്ളവരോടുള്ള സഹതാപം, और സഹാനുഭൂതി, അല്ലെ സഹാനുഭൂതിയുമാണ് ഇവിടെ പ്രകടമാവുന്നത്. मेरी तो भूखा रहने की आदत ही हो गई है. गालिब को भूखा रहने की आदत कैसे हुई होगी? 1857 तक मिर्जा गालिब दिल्ली के बादशाह बहादुर शाह सफर के दरबारी कवि थे. ദർബാറിലെ കവിയാണ്, അല്ലെ സുഖമായി ജീവിച്ചിരുന്ന ആളാണ്. 1857 की पहली जनक्रांति के समय अंग्रेजों ने दिल्ली में आक्रमण करके साधारण लोगों को मारा, गरीबों के घर भी जला दिए. अंग्रेजों के डर से दिल्ली वालों में भगदड़ मच गई. अपनी अपनी जान बचाकर वे भाग निकले. बादशाह बहादुर शाह सफर के दोनों बेटों शाहजादा फसल और मिर्जा अबू बकर का भी खून करके उनके सिर दिल्ली दरवाजे पर लटका दिए. बादशाह बहादुर शाह सफर को पकड़कर बर्मा के कैद खाने में डाल दिया. മിർസ ഗാലിബ് ജൈസെ കവിയോं को अब कोई आमदनी नहीं दी. അപ്പോൾ ചക്രവർത്തിയെ തന്നെ പിടിച്ച് ജയിലിലാക്കി. പിന്നെ മിർസ ഗാലിബിനെ പോലെയുള്ള കവികൾക്ക് ഇപ്പം ആംദനി, വരവ്, സമ്പാദ്യമൊന്നുമില്ല. ഇസ്ലിയെ ഭൂക്കാ രഹ്നെ കി ആദത്ത് ഹി ഹോ ഗയി ഹെ, അതുകൊണ്ട് പട്ടിണി കിടക്കുന്നു.